നമ്മുടെ കയ്യിലുള്ള ഒരു വീഡിയോ, ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ കാണിച്ചു തരാം. ഇതിൽ രണ്ട് വ്യക്തികളുണ്ട്. ഇതിൽ ഒരു വ്യക്തിയുടെ മുഖം മാത്രം മറ്റാരും കാണാത്ത രൂപത്തിൽ ബ്ലർ ചെയ്യിക്കണം, അല്ലെങ്കിൽ മാസ്ക് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഫോട്ടോസ് ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും. പക്ഷേ വീഡിയോ ആണെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങുമ്പോൾ അല്ലെങ്കിൽ നീങ്ങുമ്പോൾ ആ ബ്ലർ ചെയ്ത സംവിധാനവും അവരുടെ മുഖത്തിനനുസരിച്ച് നീങ്ങണമല്ലോ. അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് അത് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഒരു ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കണം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിലും യൂട്യൂബിലാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ലഭിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്. പല സന്ദർഭങ്ങളിലും നിങ്ങൾക്കിത് വളരെയധികം ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. എങ്ങനെയാണ് വീഡിയോയിലുള്ള ഒരു വ്യക്തി മാത്രമല്ല, നിങ്ങൾക്ക് എത്ര വ്യക്തിയുടെ മുഖം ബ്ലർ ചെയ്യിക്കണം അതൊക്കെ ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഇന്നത്തെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ അലോ ഓൾ എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഏറ്റവും മുകളിലുള്ള സെലക്ട് ഫ്രം ഗാലറി എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വീഡിയോ അല്ലെങ്കിൽ ഇമേജ് നിങ്ങൾക്ക് ഏതിൻ്റെയും മുഖം ബ്ലർ ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ വീഡിയോ ആണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഗാലറി ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഫോട്ടോസ് എന്ന ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ രണ്ട് വ്യക്തിയുണ്ട്. അതിലൊരു ആളുടെ മുഖം ഞാനിവിടെ ബ്ലർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടിക്ക് മാർക്ക് കാണും. ആ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെലക്റ്റഡ് ആകും. ഓക്കെ, അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ കൺവേർട്ട് എന്ന ഭാഗമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് പ്രീമിയം വെർഷൻ അല്ലാത്തത് കൊണ്ട് ചില വീഡിയോയുടെ ഫോർമാറ്റ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കൺവേർട്ട് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സോഫ്റ്റ്വെയറിൽ കൃത്യമായിട്ട് ആഡ് ആകുന്ന ഒരു ഫോർമാറ്റിലേക്ക് ഈ ഒരു വീഡിയോ മാറും. ഇത് 100% ആകുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 100% ആയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഓക്കെ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ടൂൾസുകൾ നിങ്ങൾ കാണാൻ സാധിക്കും. ഏറ്റവും ആദ്യത്തെ ടൂളാണ് നമുക്ക് വേണ്ടത്. അവിടെ തന്നെ സെലക്റ്റഡ് ആണ്. ഇവിടെ താഴെ കാണുന്ന ഫേസ് എന്ന ഈ ഒരു ടൂളിൽ തന്നെയാണ് വേണ്ടത്. രണ്ടും ഓൾറെഡി സെലക്റ്റഡ് ആണ്. അതിന് തൊട്ട് താഴെയുള്ള ലെൻസിൻ്റെ ചിഹ്നത്തിൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇവിടെ ഏത് മുഖമാണ് നിങ്ങൾക്ക് ബ്ലർ ചെയ്യേണ്ടത് അവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ രണ്ടുപേരെ സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ ആളെ ഞാൻ സെലക്ട് ചെയ്തു. അവിടെ തന്നെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് വലിപ്പം കൂട്ടാനും കുറക്കാനും സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഏകദേശം കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാനിപ്പോൾ രണ്ടാമത്തെ ആളെയും സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെയും ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ വലിപ്പം കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്റ്റാർട്ട് ട്രാക്കിംഗ് എന്ന ഈ ഒരു ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീഡിയോ തീരുന്നത് വരെ നിങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. കാരണം ഇതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഈ ഒരു മാസ്ക് നമുക്ക് വേണം. അപ്പോൾ അത് ഇവിടെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 100%, അതായത് ഈ വീഡിയോ നിങ്ങളുടെ ലെങ്തി വീഡിയോ ആണെങ്കിൽ ആ ലെങ്തി വീഡിയോ ഫുള്ളായിട്ട് തീരുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് വരാൻ സാധിക്കുക. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ മാത്രമാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. എത്ര വലിയ വീഡിയോ വേണമെങ്കിലും അതിലുള്ള എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾക്ക് ബ്ലർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ബ്ലർ ചെയ്തവരെ നിങ്ങൾക്ക് അതിൽ നിന്നും ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഇതിപ്പോൾ ഏകദേശം ഫുള്ളായിട്ടുണ്ട്. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഇപ്പം ഫുള്ളായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പം പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ രണ്ട് പേരുടെയും മുഖം ഒരു പച്ച കളറിലാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ സേവ് ചെയ്യുമ്പോൾ അത് ബ്ലറായിട്ടാണ് വരിക. ഇനി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഈ വീഡിയോയുടെ ആദ്യത്തേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. എന്നിട്ട് ഞാൻ ഒരാളെ ഡീസെലക്ട് ചെയ്യുകയാണ്. അതായത് ഈ ഒരു മാസ്ക് ഞാൻ ഒഴിവാക്കുകയാണ്. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഇടതുവശത്ത് മുകളിൽ ഒരു ഡിലീറ്റിൻ്റെ ചിഹ്നം കാണാൻ സാധിക്കും. അവിടെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി. അയാളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരാളെ മാത്രമാണ് ഞാനിപ്പോൾ മാസ്ക് ചെയ്തിട്ടുള്ളത്. അയാൾ ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോഴും എല്ലാം ആ ഒരു മാസ്ക് അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയുണ്ട്. ആ മുഖം നമുക്കിനി കാണാനേ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ എക്സ്പോർട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ എക്സ്പോർട്ട് എന്ന ഭാഗമുണ്ട്. അവിടെ ഒന്നും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എക്സ്പോർട്ട് ആകുന്നതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്കിത് 100% ആകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചെറിയ വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സേവ് ആകും. ഓക്കെ, ഇത് ഇവിടുന്ന് തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഗാലറിയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് ആകും. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അവിടെ പ്ലേ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം കാണാനേ സാധിക്കില്ല. അവിടെ ബ്ലർ ആയിട്ടുണ്ട്. ഓക്കെ, കണ്ടോ, അദ്ദേഹത്തിൻ്റെ മുഖം വ്യക്തമല്ല. ഇനി നമുക്ക് ഗാലറിയിൽ ഇത് സേവ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇതിൽ നിന്നും ബാക്ക് വരികയാണ്. ഓക്കെ, ബാക്ക് വന്നിട്ട് ഗാലറി ഇവിടെ ഓപ്പൺ ചെയ്യാണ്. ഇവിടെ തന്നെ ഈ വീഡിയോ വന്നിട്ടുണ്ട്.
ഇവിടെ തന്നെ ഇതാ നമുക്ക് പ്ലേ ചെയ്യാം. ആദ്യത്തെ വീഡിയോ ഇടതുവശത്ത് നിങ്ങൾ കാണാൻ സാധിക്കും, ആ മുഖം വ്യക്തമാണ്. പക്ഷേ രണ്ടാമത്തെ വലതുവശത്തുള്ള വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ രണ്ടാമത്തെ ആളുടെ മുഖം വ്യക്തമല്ല. കണ്ടോ? അങ്ങനെ വീഡിയോയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മുഖം നിങ്ങൾക്ക് ബ്ലർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.